ഒന്നാം സ്ഥാനം വൻ ഭൂരിപക്ഷം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു മികവുറ്റ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയില്ല. ഏത് നിമിഷം ആർക്കും ചെന്ന് എന്തു കാര്യവും പറയാൻ പറ്റിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ചായക്കുള്ള ആശ്വാസമാണ് കടി. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചൂട് ഇങ്ങനെ വരുമ്പോൾ ചെറിയൊരു മഴച്ചാറൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ചൂട് ചായ, പഴംപൊരി, ശക്തമായി അൻവർ സാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുന്നിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ ഈ മഴയത്ത്? ചായക്കുള്ള ആശ്വാസമാണ് കടി. കടി വലിയ കുഴപ്പമില്ല, നമുക്കും ഒരു ആശ്വാസമാണ്. എങ്ങനെയുണ്ട് മഴ നല്ലവണ്ണം ഉണ്ടല്ലേ കുറേ ദിവസമായിട്ട്? കുഴപ്പമില്ല, 2 ദിവസമായിട്ട് ഇപ്പോൾ കുറച്ച് ആക്കണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു മഴ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ പ്രവർത്തനത്തേക്ക് ഈ മഴ ബാധിക്കുന്നുണ്ടോ? ഇല്ല, പ്രവർത്തകർ ഉഷാറാണ്. അവർക്ക് മഴയൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അമ്പക്കാർക്കും വേണ്ടി എന്തും ചെയ്യാന്നുള്ള രീതിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട ആൾക്കാരാണ്. സത്യത്തിന് കൂടെ ആളുണ്ടാവും എന്നുള്ള നിലക്കാണ് നമ്മൾ വന്നത്. മൂപ്പരൊരു സത്യസന്ധനായ മനുഷ്യനാണ്, ഒരു സഹായിയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ അപ്പോൾ ഈ അമ്പുക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ജനങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനൊക്കെ കാലാവസ്ഥ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നില്ല എന്നാണ് അല്ലേ? യാതൊരു പ്രശ്നങ്ങളുള്ള ഞങ്ങളിവിടെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോട് പി.വി. അൻവർ എന്ന വ്യക്തി ജയിച്ചിരിക്കും, ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. അതിൽ കുറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. കാരണം ജനവിരുദ്ധ പ്രവർത്തനമായി പോകുന്ന സർക്കാരിനെതിരായിട്ട് നല്ല പ്രകമ്പനം കുളിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് എല്ലാ ആശീർവാദങ്ങളും പാവപ്പെട്ട ജനങ്ങളുടേതാണ്. പാവപ്പെട്ട ജനങ്ങൾ. നമ്മൾ ഇനി രാഷ്ട്രീയത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ 2 ടേണിൽ അൻവറിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചവർ തന്നെയാണോ? എല്ലാ കാലവും. അപ്പോൾ ഈ രാഷ്ട്രീയത്തിന് അതീതമായി അൻവറിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് നിങ്ങൾ, രാഷ്ട്രീയത്തിന് അതീതമായി അല്ലേ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ 2 ടേണിനെ അപേക്ഷിച്ച് നമ്മൾ ഈ തവണത്തെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധി ഘടകങ്ങളാണ് പ്രവർത്തനത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? കൂടുതൽ പ്രതിസന്ധി പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോഴത്തെ നിയമം തന്നെ, നിയമങ്ങൾ കൂടുതൽ വളരെ മോശമാണ്. അല്ല ഞാൻ ചോദ്യം വ്യക്തമായില്ല. ഞാൻ ചോദിച്ചത് നമ്മൾ കഴിഞ്ഞ 2 ടേമിൽ ഒരു പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന അമ്പൂക്കാക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്നു. ഇപ്പോൾ പാർട്ടികളിൽ നിന്നെല്ലാം മാറി അമ്പൂക്ക നിലമ്പൂരിൻ്റെ അൻവർ എന്ന് പറയുന്ന ഒരൊറ്റ ലേബലിൽ അൻവറിനൊപ്പം നിങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ആ പ്രവർത്തനത്തെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത്? അതിൻ്റെ പ്രതികൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആളുകൾ കുറഞ്ഞിരിക്കുന്നു, നമ്മൾക്ക് ആളുകളിലേക്ക് കൺവേ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടോ, നമ്മളുടെ കൂടെ ഒരു ജനക്കൂട്ടമില്ലായ്മയുണ്ടോ? അത്തരത്തിലുള്ള പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു മികവുറ്റ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധികൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾ ഫീൽ ചെയ്യുന്നുമില്ല. നിലപാടുറച്ച് അമ്പൂക്ക പോകുമ്പോൾ കൂടെ നമ്മൾ പറയുമ്പോൾ ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നു, ഒരു തടസ്സവും ഇല്ല, അങ്ങനെയല്ലേ? അന്ന് CPM-ന്റെ ലേബൽ ഉണ്ടായിരുന്നു, ഇന്ന് CPM ഇല്ലാതെ ഫുള്ളായിട്ട് ജനങ്ങൾ അൻവറിന്റെ ഒപ്പമുണ്ട്. അന്ന് വോട്ട് ചെയ്ത ആൾക്കാരാണ്, ഇന്നും വോട്ട് ചെയ്യുന്നത് ഈ ജനങ്ങളാണ്. ഒരു ചോദ്യം ഇതിന് കറക്റ്റായിട്ടൊന്ന് പറയണം. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അമ്പൂക്കാൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ പോയി വോട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ രാഷ്ട്രീയത്തിൻ്റെ ലേബലിൽ മാറിപ്പോയവരുണ്ടല്ലോ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താ? അവരൊക്കെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ അമ്പൂക്ക ഒറ്റക്കാണ് സ്ഥാനാർത്ഥി. വേക്കിൽ യുവാക്കളും വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഭരണ വിരുദ്ധതക്കെതിരെയാണ്. ഭേദഗതിക്കെതിരെ ഒരുപാട് സന്ധിയില്ലാ സമരം മൂപ്പര് ചെയ്തു. മൂപ്പരപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം ജയിലിലടച്ചു. കാരണം എന്താ? ഞാൻ കർഷകനാണ്. പന്നി ശല്യം അമ്മക്കുണ്ട്, ആന, ഈ കടുവ, ഒരാളെ പിച്ച് ചീന്തി. മനുഷ്യനൊരു വില നൽകി ഇപ്പോഴത്തെ സർക്കാർ, ഇപ്പോഴത്തെ വനമന്ത്രി കാണുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒറ്റയാനായിട്ട് പൊരുതാണ്. പിന്നിൽ വൻ ശക്തി ആൾക്കാരുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും. ഓക്കെ, ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് തന്നെയാണ്. 2ാം സ്ഥാനം 3ാം സ്ഥാനം അങ്ങനെ ഒന്നും നിങ്ങളുടെ ചിന്തയിലില്ല. 1ാം സ്ഥാനം വൻ ഭൂരിപക്ഷം. ഒന്നാം സ്ഥാനം വൻ ഭൂരിപക്ഷം. ഭൂരിപക്ഷമൊക്കെ പറയാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താ സംശയം? ഞങ്ങൾ തുടക്കത്തിൽ ഈ ഒരു സംഗതിക്ക് ഇറങ്ങിയപ്പോൾ കൂടെ ഒരാളുമില്ല, വളരെ ബുദ്ധിമുട്ട്. അൻപറാക്ക മാത്രം അങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ സംവിധാനങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, ചിത്രം മാറി തുടങ്ങി. ഏകദേശം ജനങ്ങളൊക്കെ ഇറങ്ങി ധൈര്യം കാണിക്കാൻ തുടങ്ങി. അതന്നെ അതിൻ്റെ വിജയമാണ്. ഒരു 15,000 മുതൽ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പി അൻവർ കൂടെ ജയിക്കും. 15,000 മുതൽ 25,000 വോട്ടിന് ജയിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാം. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായി നിലമ്പൂരിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ അതേ ഓളവും താളവുമായിട്ട് അൻവറിൻ്റെ പ്രചരണം നടക്കുന്നുണ്ട്. അത് സംശയമില്ല. കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ ചെയ്ത റിപ്പോർട്ടിൽ തന്നെ ഞങ്ങളുടെ എഡിറ്റർ അത് പറയുകയും ചെയ്തു. കാരണം അതിശക്തമായ പ്രചരണമാണ്.
ഇടത് വലത് മുന്നണികളോടൊപ്പം തന്നെ BJP ചിത്രത്തിൽ കാണാനില്ല, അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് വോട്ടായി തന്നെ വരും. വോട്ട് 15,000 20,000 അത് തന്നെയാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ. കാരണം എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഈ അൻവർക്കയുടെ ഈ പ്രസംഗം, അതേ ഫസ്റ്റിലുണ്ടാകുന്നൊരു അയാളൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ ശമ്പളം, അയാൾക്ക് കിട്ടുന്ന ശമ്പളം അത് പൊതുജനങ്ങൾക്ക് പബ്ലിക്കാക്കി കൊടുക്കുക. അതെനിക്ക് ഒരുപാട്, ഒരു നേതാക്കന്മാർ ചെയ്യാത്ത കാര്യമാണ് ആ ഒരു നേതാവ് ചെയ്തത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുന്നത്. ഈ UDF ഒരു വലിയ അബദ്ധം കാണിച്ചല്ലേ? UDFിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട നല്ലൊരു തീരുമാനം ഉണ്ടായില്ല. അത് എന്തായിരിക്കും അതിന് കാരണം? ആരായിരിക്കും? അമ്പൂക്ക പറയുന്ന പോലെ തന്നെ അതൊരു സതീശൻ കാര്യമായിട്ട് തന്നെ നമുക്ക് കരുതാൻ പറ്റുമോ? വരാം. അമ്പുക്കാനെ പോലത്തെ കരുത്തനായ ശക്തിയുള്ള നല്ല വിവരം, രാഷ്ട്രീയത്തിൽ നല്ല പൊളിറ്റിക്സ് പഠിച്ചൊരു വ്യക്തി UDFക്ക് വരുമ്പോൾ ചില ആൾക്കാരെ കസാര തെറിക്കും. അതിൻ്റെ ഒരു ഭാഗത്തിലുണ്ട്. മൂപ്പര് തിരുവനന്തപുരത്ത് കിടക്കണ അയാൾക്ക് ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പൾസ് അറിയില്ല. ഈ അമ്പുക്കാരനാൽ കാലം ചെറുപ്പം മുതൽ മമ്പാട് കോളേജിലാണ് പഠിച്ചത്. ഇവിടുത്തെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ മുക്കുമൂലയും അരിച്ചു പൊറുക്കി എല്ലാവരും വ്യക്തിത്വം ഒരു ഹെഡ് ഒരു തലക്കനല്ല. ഏത് നിമിഷം ആർക്കും ചെന്ന് എന്തു കാര്യവും പറയാൻ പറ്റിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് PV അൻവർ എന്ന വ്യക്തി. അദ്ദേഹത്തിന് ഇവിടെ ഈ ബാങ്കിൽ നല്ല ജനങ്ങളുണ്ട്. വേറെ ഒരു ഇതുമില്ല. മൂപ്പര് പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് പൊരുതുന്നത്. 140 MLA-മാരുണ്ടായിട്ടും ഒരു തൻ്റെ അടുത്തോട് കൂടി ഒരു നിയമസഭാ അംഗത്വം രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന ആ ഒരു വ്യക്തി പറഞ്ഞതിനൊന്നും ഉൾക്കൊണ്ടുകാണ്ട് പ്രതിപക്ഷം ഒരു ദിവസം ഒരു പ്രതിഷേധം കൂടി നടത്താൻ ആൾക്കാർ ഗഡ്സോൽക്ക് ഉണ്ടായില്ല. അപ്പം മൂപ്പരെ വെച്ചുകാണ്ട് UDFക്ക് മെല്ലെ കൊണ്ടുവരിക, ചൂണ്ടലിട്ട് എന്നിട്ട് ഓല് ജയിച്ചു പോയിട്ട് ഇയാളെ തട്ടാന്നില്ല. അത് ഞങ്ങളെപ്പോലത്തെ യുവാക്കൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മൂപ്പരെ ഒറ്റയ്ക്ക് ഞങ്ങൾ നിർത്തി. സ്വാർത്ഥത, അധികാരമോഹം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ കേട്ടോ. അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. അമ്പൂക്കാക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ നടത്തുക. ഓക്കെ.